കുഞ്ഞു ചട്ടയും മുണ്ട കൂടുതൽ നമ്മുടെ കുഞ്ഞുമക്കൾ ഓടി വരുന്ന കാണാൻ എന്ത് രസമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് കസ്റ്റമൈസ് ചെയ്തേക്കുന്നത് ഒരു ചട്ടമുണ്ടാണ് കേട്ടോ. ഇതൊരു ബാപ്റ്റിസം ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് കുഞ്ഞുമാവ് ഏത് ഡ്രസ്സ് വെയർ ചെയ്യുന്നുള്ള ആലോചനകൾക്കും ചിന്തകൾക്കും ഒടുവിൽ ഞങ്ങൾ എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു ചട്ടമുണ്ട്. ഓഫ് വൈറ്റ് ഗോൾഡൻ തീമിലായിരുന്നു നമ്മളുടെ മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡായിരുന്നു ആ മെറ്റീരിയൽ. അതിലേക്ക് ചേരുന്ന ഒരു ലേസ് കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളത് ഒരു ഇച്ചിരി പണിപ്പെട്ട പാടായിരുന്നു. കാര്യം എല്ലാം കുറച്ച് തെളിഞ്ഞ കളറുകളുള്ള ലേസുകളായിരുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത കോസ്റ്റ്യൂമിലേക്ക് പോകാം. ഇതും ഒരു ലൈൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു. വൈറ്റ് ഹക്കോബ മെറ്റീരിയൽ ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് പക്ക ലൈൻ ആയിട്ടും ബാക്കിൽ ഒരു ബോയും കൂടെ കൊടുത്താണ് നമ്മൾ ഇതിനെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് സ്റ്റൈലിഷ് ഡിസൈനേഴ്സ് നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സാരി ആയിരുന്നു കേട്ടോ. അതിന്റെ ചെസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ബ്ലൗസിന്റെ ഡിസൈൻ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക് സൈഡിലേക്ക് ഒരു ബോയും കൂടെ വെക്കണമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മെറ്റീരിയൽ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നത് കാരണം അത് അങ്ങോട്ട് നടന്നില്ല. സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്ക് ആയിരുന്നു കേട്ടോ. അതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള ചെയിൻ ഇയറിംഗും കൂടെ നമ്മൾ അതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡിലുള്ള സാരിയാണ് അടുത്തത്. അതിന്റെ ബ്ലൗസും വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തേക്കുന്നത് പ്രിൻസസ് കട്ടില് വൈഡ് യൂണിക്ക്. അപ്പോൾ ഇന്നത്തെ എന്റെ വിശേഷം അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്. കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. അപ്പോൾ ബൈ ബൈ, സീ യു.